ആഗോള സമാധാനത്തിനുള്ള പാപ്പയുടെ ആഹ്വാനവുമായി കൺസിസ്റ്ററി സമാപിച്ചു. അക്രമം നിരാകരിക്കാനും അനുരഞ്ജനത്തിനായുള്ള ദൈവിക പാതകൾ കണ്ടെത്താനും സഭ ലോകത്തെ സഹായിക്കണമെന്നുള്ള പാപ്പയുടെ ആഹ്വാനത്തോടെ വത്തിക്കാനിൽ നടന്ന കർദിനാൾമാരുടെ അസാധാരണ കൺസിസ്റ്ററി സമാപിച്ചു. ഹൃദയത്തിലാണ് സമാധാനം തീരുമാനിക്കപ്പെടുന്നതെന്നും എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ ദേശങ്ങൾക്കും ദൈവം സമാധാനമാണ് കാംക്ഷിക്കുന്നതെന്നും കൺസിസ്റ്ററിക്ക് നൽകിയ സമാപന സന്ദേശത്തിൽ പാപ്പ പറഞ്ഞു. 2 ദിവസം നീണ്ടുനിന്ന സമ്മേളനത്തിന്റെ സമാപനത്തിൽ ആഗോളതലത്തിൽ വർദ്ധിച്ചുവരുന്ന യുദ്ധങ്ങൾ, ദാരിദ്ര്യം, സാമൂഹിക തകർച്ച എന്നിവയ്ക്കെതിരെ പാപ്പ ശക്തമായ പ്രതികരണമാണ് നടത്തിയത്. വത്തിക്കാനിലെ സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയുടെ പുതിയ പ്രീഫെക്റ്റായി സന്യാസിനിയെ നിയമിച്ച് ലിയോ പാപ്പ. ഡോട്ടേഴ്സ് ഓഫ് മേരി ഹെൽപ്പ് ഓഫ് ക്രിസ്ത്യൻസ് സന്യാസിനി സമൂഹാംഗമായ സിസ്റ്റർ അലക്സാൻഡ്രെ സ്മെറിലയ്ക്കാണ് നിർണായകമായ ഉത്തരവാദിത്തം ലഭിച്ചിരിക്കുന്നത്. നിലവിലെ അധ്യക്ഷനായ കർദിനാൾ സെർണിക്ക് ജൂലൈ 18-ന് 80 വയസ്സ് തികയുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നിയമനം. സമഗ്ര മാനവ വികസനത്തിനായുള്ള ഡിക്കാസ്ട്രിയിൽ സെക്രട്ടറിയായി സേവനം ചെയ്തു വരികയായിരുന്നു സിസ്റ്റർ അലക്സാൻഡ്രെ. പ്രൗഢോജ്വലമായി ദുക്രാന തിരുനാളും സീറോ മലബാർ സഭാ ദിനാഘോഷവും. സീറോ മലബാർ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കാക്കനാട് മൗണ്ട് സെയിന്റ് തോമസിൽ സഭാ ദിനാഘോഷവും ദുക്രാന തിരുനാൾ ആചരണവും പ്രൗഢോജ്വലമായി നടന്നു. സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പതാക ഉയർത്തിയതോടെയാണ് മാർത്തോമ നസ്രാണികളുടെ വിശ്വാസ പൈതൃകത്തിന്റെ ഓർമ്മപ്പെടുത്തലായും സാമുദായിക ഐക്യബോധത്തിന്റെ ആവിഷ്കാരമായും മാറിയ ആഘോഷങ്ങൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന റാസ കുർബാനയ്ക്ക് മേജർ ആർച്ച് ബിഷപ്പ് കാർമ്മികത്വം വഹിച്ചു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം മേജർ ആർച്ച് ബിഷപ്പ് ഉദ്ഘാടനം ചെയ്തു. മലയാളിയായ സിസ്റ്റർ സുജിത സേവ്യർ വത്തിക്കാനിലെ ക്ലർജി ഡിക്കാസ്ട്രി സെക്രട്ടറിയായി ചുമതലയേറ്റു. മലയാളിയും ഒബ്ലേറ്റ് സിസ്റ്റേഴ്സ് ഓഫ് ദ സേക്രഡ് ഹാർട്ട് ഓഫ് ജീസസ് സന്യാസ സമൂഹാംഗവുമായ കത്തോലിക്ക സന്യാസിനിക്ക് വത്തിക്കാനിൽ നിർണായക നിയമനം. നെയ്യാറ്റിൻകര രൂപത ചുള്ളിമാനൂർ തിരുഹൃദയ ഫെറോന അംഗം കൂടിയായ സിസ്റ്റർ സുജിത സേവ്യർ വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ദ ക്ലർജിയുടെ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. നെയ്യാറ്റിൻകര രൂപതയിൽ പ്രവർത്തിക്കുന്ന ക്രിസ്തു കിരൺ ബോയ്സ് ഹോമിലെ പ്രിൻസിപ്പലായും നീണ്ട 7 വർഷക്കാലം ആഫ്രിക്കയിലെ മിഷൻ സ്ഥലങ്ങളിലും സേവനമനുഷ്ഠിച്ച സന്യാസിനിയാണ് സിസ്റ്റർ സുജിത സേവ്യർ. KCBC പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. KCBC പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കലിന്റെ നേതൃത്വത്തിൽ KCBC പ്രതിനിധി സംഘം മുഖ്യമന്ത്രി VD സതീശനെ സന്ദർശിച്ചു. പുതിയ മന്ത്രിസഭയ്ക്ക് ആശംസകൾ അർപ്പിച്ച പ്രതിനിധി സംഘം സമൂഹവും സഭയും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. മലയോര മേഖലകളിൽ ജീവിക്കുന്നവരും തീരദേശവാസികളും നേരിടുന്ന വിവിധങ്ങളായ പ്രതിസന്ധികൾ, വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങൾ, അഗതി മന്ദിരങ്ങളും അനാഥാലയങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, മുനമ്പം വിഷയം, ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ദളിത് ക്രൈസ്തവർ നേരിടുന്ന അവകാശ നിഷേധങ്ങൾ, മദ്യവ്യാപനം സംബന്ധിച്ച പ്രതിസന്ധികൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന മെമ്മറാൻഡം KCBC പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചു. ദേശീയ പ്രാർത്ഥന ദിനമായി കേരള സഭയിൽ ആചരിച്ചു. CBCയുടെ ആഹ്വാനപ്രകാരം ദേശീയ പ്രാർത്ഥന ദിനാചരണം കേരളത്തിൽ വിവിധ രൂപതകളുടെയും സംഘടനകളുടെയും നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ആചരിച്ചു. FCRAയിലെ പുതിയ ചട്ടങ്ങൾ സുതാര്യത ഉറപ്പാക്കി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് അനാവശ്യ നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ദേശീയ പ്രാർത്ഥന ദിനമായി ആചരിച്ചത്. സംസ്ഥാനതല ദിനാചരണം കേരള കാത്തലിക് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജൂൺ 28-ന് സഭാ ആസ്ഥാന കാര്യാലയമായ POCയിൽ CBCI ലേറ്റി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എബ്രഹാം പട്ടാണി ഉദ്ഘാടനം ചെയ്തു. KCYM സംസ്ഥാന സമിതി യുവജന ദിനാഘോഷം ഇടുക്കിയിൽ. ക്രൈസ്തവ യുവത്വം സമാധാനത്തിന്റെയും നീതിയുടെയും ശബ്ദം എന്ന ആപ്തവാക്യവുമായി KCBCയുടെ ഔദ്യോഗിക യുവജന പ്രസ്ഥാനമായ KCYMന്റെ സംസ്ഥാന യുവജന ദിനാഘോഷം കെയ്റോസ് 2026 ഫ്രാൻസിസ്കൻ വർഷാചരണത്തോടനുബന്ധിച്ച് യുവജന മാസ ഉദ്ഘാടനവും KCYM ഇടുക്കി രൂപതയുടെ ആതിഥേയത്വത്തിൽ ജൂലൈ 5-ന് മുരിക്കാശ്ശേരി സെന്റ് മേരീസ് സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. KCYM സംസ്ഥാന പ്രസിഡന്റ് ഷിബിൻ ഷാജി അധ്യക്ഷത വഹിക്കുന്ന യുവജന സംഗമം KCBC പ്രസിഡന്റ് മോസ്റ്റ് റവറൻ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉദ്ഘാടനം ചെയ്യുകയും KCBC യുവജന കമ്മീഷൻ ചെയർമാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ മുഖ്യാതിഥി ആയിരിക്കുകയും ചെയ്യും.